ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ ഷേ മോട്ടി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആൽബർട്ട് ലീബർമാൻ എഴുതിയിട്ടുള്ള ഗൺബാത്തെ ദ ജാപ്പനീസ് ആർട്ട് ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിലെ ചില യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ബി ലൈക്ക് എ റോളിംഗ് സ്റ്റോൺ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉരുളുന്ന കല്ലിൽ പായൽ ഒരിക്കലും പിടിക്കില്ല. ആൽബർട്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, നോട്ട് ഓൾവേസ് ദ സെയിം. ഫ്ലെക്സിബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ മനുഷ്യന് പുരോഗതി ഉണ്ടാവത്തുള്ളൂ. ജീവിത വിജയം കൈവരിച്ച ഓരോ മഹത്തായ വ്യക്തികളും തീർച്ചയായും എവിടെ നിന്നെങ്കിലും മാറ്റങ്ങൾ ആരംഭിച്ചവരായിരിക്കും. സോ സാഹചര്യത്തെ മനസ്സിലാക്കി ജീവിതത്തെ മാറ്റുവാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ബി ഫോക്കസ്. നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലും മറ്റൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കണം. അതായത് ആ ചെറിയ കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇതുവഴി നമ്മൾ ആ ചെയ്ത ജോലിയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുവാനും ശ്രദ്ധയോടെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായി അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ജാപ്പനീസിലെ സെൻ സന്യാസിമാർ സെൻ പ്രാക്ടീസ് പോലെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുവാൻ വേണ്ടി പരിശീലിക്കാറുണ്ട്. സോ ഓൾവേസ് ബി ഫോക്കസ്. കെയർ യുവർ ഹെൽത്ത്. നല്ല ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടി ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. പകരം ശരീരം അനക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ശരീരം അനക്കിക്കൊണ്ടേയിരിക്കുക. സോ ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒട്ടും ബ്രേക്ക് വരാതെ തന്നെ അത് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ആൽബർട്ട് ലീബർമാൻ ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. സോ ടേക്ക് കെയർ യുവർ ഹെൽത്ത്. ഡിസിപ്ലിൻ. ഡിസിപ്ലിനായിട്ട് ജീവിക്കണമെങ്കിൽ സ്വയം എന്തായി തീരണമെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഡിസിപ്ലിനോടെ ഉറച്ചു നിൽക്കുക. ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഗൺബാത്തെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു പുസ്തകം എഴുതുവാൻ ആഗ്രഹമുണ്ടെങ്കിലും മടി അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ വ്യക്തി ചെയ്യേണ്ടത് വീക്കിലി ടാർഗറ്റൊക്കെ പ്ലാൻ ചെയ്ത് അത് കൃത്യമായി ഫോളോ ചെയ്ത് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ എഴുതി തീർത്ത വ്യക്തി വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ ആൽബർട്ട് ലീബർമാൻ തന്നെയാണ്. അദ്ദേഹം ഈ ബുക്ക് എഴുതിയതും ഇങ്ങനൊരു രീതിയിലൂടെയാണെന്നാണ് പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, മുന്നേ പറഞ്ഞ 4 ഗൺബാത്തെ നിയമങ്ങളും ജീവിതത്തിൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ ജീവിതം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ സ്വന്തം എൻ ഷേ മോട്ടി.